സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള സാമ്പത്തികമായി ചെറിയ ബുദ്ധിമുട്ടുണ്ട് എന്നും പറഞ്ഞ് അങ്ങനെയുള്ളൊരു പയ്യനല്ല. എന്റെ അറിവിൽ അങ്ങനെയല്ല. ഞാനാണ് ഇവരെല്ലാം വളർത്തി വലുതാക്കിയത്, കെട്ടിച്ചു വിട്ടതെല്ലാം. കുഞ്ഞുനാളിലെ വാപ്പായൊക്കെ ഉപേക്ഷിച്ചു പോയാൽ. അപ്പൊ ഞാൻ ഈ കിഴക്കേ റോഡില് വണ്ടി ഓടിച്ചൊക്കെയാണ് ഇവരെ വളർത്തിയത്. ഇപ്പൊ 8 വർഷം കൊണ്ട് ഗൾഫിലാണ്. ഇപ്പൊ ഞാൻ പോയി 2 ആഴ്ചയായുള്ളൂ. അവൻ തന്നെ എയർപോർട്ടിൽ കൊണ്ടാക്കിയത് 2 പേരും ഉണ്ടായിരുന്നു. അവനും എന്റെ അപ്പാനും ഉണ്ടായിരുന്നു, അവസാനം ഉണ്ടായിരുന്നു, പിന്നെ വേറെ 2 സഹോദരിമാരെ മക്കളുകളും ഉണ്ടായിരുന്നു, എല്ലാരും ഉണ്ടായിരുന്നു. പിന്നെ ഇങ്ങനൊരു പ്രശ്നത്തിലേക്ക് പോകാനുള്ളത് ഒരു അറിവില്ല, ഒരു ഇതുമില്ല. രാത്രി വരെ മെസ്സേജ് അയക്കാൻ എല്ലാവരും ചെയ്തിട്ട് ഇതിനെക്കുറിച്ച് ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. എന്നാലും ഞാൻ ഇതുപോലെ വണ്ടി ഓടിച്ചു, ഞാൻ അവിടെ വണ്ടി ഓടിക്കുന്ന ഫേസ്ബുക്കിൽ ഇങ്ങനെ നോക്കിയപ്പോ പെട്ടെന്ന് ഞാനിത് കണ്ട് വീട്ടിൽ വിളിച്ചപ്പോ ആരും ഫോൺ എടുക്കില്ല. എന്നെ വിളിച്ചത് തലേദിവസം രാത്രി മെസ്സേജ് അയച്ചു വാട്സപ്പിൽ. എന്താ പറഞ്ഞു? ഇല്ല, വലിയമ്മ പോയിട്ട് ജോലിയൊക്കെ റെഡിയായാന്ന് ചോദിച്ചേ. അതായത് മെനങ്ങാന്ന് 2 ദിവസം രാത്രി മെസ്സേജ് അയച്ചു. ഇതുപോലെ ജോലിയൊക്കെ റെഡിയായ എന്റെ വണ്ടി അവിടെ കംപ്ലൈന്റ് ആയി വർക്ക്ഷോപ്പിൽ കിടക്കിയിരുന്നു. വണ്ടി ഇറക്കിയാന്നൊക്കെ ചോദിച്ച് അതൊക്കെ ചോദിച്ചോളൂ. അഫാന്റെ ഒരു പൊതു രീതി എങ്ങനെയാണ്? പൊതു രീതി എന്ന് പറഞ്ഞാൽ ആള് സൈലന്റ് ആണ്. എല്ലാ നാട്ടുകാർക്ക് ചോദിച്ചു, എന്റെ അടുത്ത് ചോദിച്ചില്ലെങ്കിലും അറിയാം. നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം. ഈ ഒന്നും പറയാൻ മനസ്സിലാവും. അത്ര നല്ല പയ്യനാണ്. ഈ ഷെമി ഇപ്പം കയറി കണ്ടിട്ട് എന്താ പറയാ? ഷെമിയുടെ അവസ്ഥ എങ്ങനെയാണ്? അവസ്ഥ എന്ത് പറയാണെന്ന് എനിക്കറിയില്ല. തളർന്ന് കിടക്കുകയാണ്. തലയൊക്കെ സംസാരമൊന്നും ക്ലിയർ ആവില്ല. മൊത്തം ഒരുപാട് മുറിവാണ്. സംസാരം ക്ലിയർ ആവില്ല. മൊത്തം നീരടിച്ച് സാമ്പത്തിക പ്രശ്നം വേറെ ഈ ചില്ലറ കടങ്ങളുള്ള അളിയന് പിന്നെ അവിടെ കച്ചവടം നടത്തിയപ്പോ ഇത് ബുദ്ധിമുട്ടായി. അങ്ങനെയുള്ളവരൊക്കെ ഉള്ളു. പിന്നെ ബാങ്കിൽ 1-2 ചില്ലറ കടങ്ങളൊക്കെ ഉണ്ട്. അതേ ഉള്ളു. അല്ലാതെ വേറെ പെൺകുട്ടികളൊന്നുമില്ല അവർക്ക്. അഫാൻ ഇടപെടേണ്ടത് അറിയാൻ വയ്യ. അതിനെ കുറിച്ച് അത്രയും അറിയാൻ വയ്യ. അങ്ങനെ വാളിയൻ സൗദിയിലാണ് ജോലി ചെയ്യണം. എന്റെ അടുത്തല്ല, കുറച്ച് ദൂരെയാണ്. ഫോൺ വിളിക്കുകയുള്ളൂ, കാണാൻ പറ്റും. നിങ്ങൾ നിരന്തരം ബന്ധപ്പെടുക സൗകര്യം. എനിക്ക് എന്റെ കൂടപ്പിറപ്പല്ലേ ഞാൻ. അപ്പൊ എനിക്ക് ബന്ധപ്പെടാതിരിക്കാൻ പറ്റൂലല്ലോ. അവർക്ക് ഞാനേ ഉള്ളൂ. വേറെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഇതുപോലെ പൈസ പ്രശ്നങ്ങളുണ്ട്. പൈസകൾ ഞാൻ സഹായിച്ചിട്ടുണ്ട്, എന്നെ സഹായിക്കുകയും ചെയ്യും. അങ്ങനെയൊക്കെ തന്നെ, അല്ലാതെ വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. അതറിയാൻ വയ്യ, അറിയാൻ വയ്യ. വരുമാനം എന്ന് പറഞ്ഞാൽ ആളി എന്റെ ജോലി പൈസ തന്നെ. പിന്നെ അവൻ ചില്ലറ പണിക്കൊക്കെ പോകും, കാറ്ററിംഗ് സർവീസിന് പോകും, പിന്നെ വണ്ടി ഓടിക്കാൻ പോകും. അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. സഹോദരന്മാര് കുഞ്ഞാണ്. ഞാൻ